ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ. നമസ്കാരം, സ്വാഗതം. അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണീയത്തിലെ ദശകം 2 നമ്മൾ ഇപ്പോൾ അർത്ഥമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദശകം 2 10ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകം. അപ്പം ഇന്ന് ദശകം 2, ഇന്ന് ഈ ഒരു ശ്ലോകത്തോടുകൂടി ദശകം 2 അവസാനിക്കും. അപ്പം നമ്മൾ ഇപ്പോൾ മേൽപ്പത്തൂർ 1ാമത്തെ ദശകത്തിൽ ഭഗവാന്റെ മഹിമയെക്കുറിച്ച് വർണ്ണിച്ചപ്പോൾ ഇതിൽ ഈ ഒരു ദശകം 2 ഭഗവാന്റെ രൂപത്തെയാണ് ആദ്യത്തെ 3 ശ്ലോകങ്ങളിൽ വർണ്ണിച്ച് കൊണ്ടിരുന്നത്. പിന്നെ ബാക്കി 7 ശ്ലോകങ്ങളിൽ ഭഗവത് എന്താ പറയുക, സാക്ഷാത്കാരം അല്ലെങ്കിൽ ഭഗവാനെ അറിയാൻ ബ്രഹ്മ അനുഭൂതി എന്ന് പറയുന്നത് അത് നേടാൻ ഏറ്റവും എളുപ്പം ഭക്തി മാർഗമാണെന്നും ജ്ഞാനമാർഗവും കർമ്മമാർഗവും അതിനുള്ള ബുദ്ധിമുട്ടുകളും അതെത്ര വിഷമം പിടിച്ചതാണ് എന്നും, എന്നാൽ എല്ലാ മാർഗത്തിൻ്റെയും എല്ലാ യോഗങ്ങളുടെയും ഭക്തിയോഗത്തിൻ്റെയും കർമ്മയോഗത്തിൻ്റെയും ജ്ഞാനയോഗത്തിൻ്റെയും ഒക്കെ ശ്രേഷ്ഠതകളൊക്കെ എടുത്തു കാണിക്കുന്ന ഒരു ദശകമാണ് ഈ ഒരു ദശകം 2 നാരായണീയം. അപ്പോൾ ഇന്ന് നമ്മൾ 10ാമത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ശ്ലോകം 10 നോക്കാം. ശ്ലോകം 10 ഒന്ന് ചൊല്ലാം. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതജ്ജരി നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീം അക്ലേശതസ്തന്വതി സദ്യസിദ്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമപ്രൗഢിരസാർദ്രത ദ്രുതതരം വാതാലയാദീശ്വര. അപ്പോൾ ഒരിക്കൽ കൂടെ ഈ ശ്ലോകം 10 ദശകം 2 നാരായണീയം ഒരിക്കൽ കൂടെ ചൊല്ലാം. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതജ്ജരി നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീം അക്ലേശതസ്തന്നതി സദ്യസിദ്ധികരീ ജയിത്യൈ വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമപ്രൗഢിരസാർദ്രത ദ്രുതതരം വാതാലയാദീശ്വര. അപ്പോൾ വാതാലയാദീശ്വര എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പൻ ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പനാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ. അപ്പോൾ ക്ഷേത്രം എന്ന് പറയുന്ന ശരീരവും ക്ഷേത്രജ്ഞൻ ആയിട്ടിരിക്കുന്നത് ഗുരുവായൂരപ്പനുമാണ്. അപ്പോൾ എല്ലാ ശരീരങ്ങളിലും ക്ഷേത്രജ്ഞനായിട്ട് ഭഗവാൻ ഇരിക്കുന്നു എന്നുള്ള ഒരു അറിവ് ഈ നാരായണീയത്തിലുടനീളം നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഭഗവാന്റെ നേർക്കുള്ള ഭക്തി, അത് ആ ഭക്തിയെ നമുക്ക് ഈ കഥകളിലൂടെ, ഭഗവത് കഥകളിലൂടെ ആ കഥാരസത്തിൽ മുഴുകുമ്പോൾ ആ ഭക്തി സ്വയമേവ സിദ്ധിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്ലേശം കൂടാതെ തന്നെ ആ വളരെ നിർമ്മലമായിട്ടുള്ള ആ ബ്രഹ്മ ജ്ഞാന പദവി ഉണ്ടാക്കി തരുന്നു ഈ കഥാമൃത രസത്തിൽ മുഴുകുമ്പോൾ. അപ്പോൾ ഭഗവത് കഥകൾ കേൾക്കുകയും അത് പറയുകയും അത് കീർത്തനം ചെയ്യുകയും നാമകീർത്തനങ്ങളും ഇതെല്ലാം നമുക്ക് ആ ബ്രഹ്മജ്ഞാന പദവിയെ നേടിത്തരുന്നു. ഉടൻ തന്നെ സിദ്ധിയും ലഭിക്കുന്നു എന്നും, അതുകൊണ്ട് ഭഗവാനെ ഗുരുവായൂരപ്പ, എനിക്ക് ഭഗവാന്റെ ആ പാദങ്ങളിലുള്ള ആ പ്രേമരസം, അതിൽ ഉണ്ടാകുന്ന ആ ഭക്തി, അപ്പോൾ ഭഗവാനിൽ നിസ്വാർത്ഥമായിട്ടുള്ള ആ ഒരു സ്നേഹത്തിനെയാണ് പ്രേമരസം എന്ന് പറയുക. അതാണ്. അപ്പോൾ പ്രേമം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കല്ല. ഈശ്വരനിലുള്ള നിസ്വാർത്ഥമായ ആ ഒരു ഭക്തിയാണ് ശരിക്കും പ്രേമം. അപ്പോൾ ആ ഭക്തി അതിവേഗത്തിൽ ഉണ്ടാക്കാൻ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്നാണ് ആ ഒരു ശ്ലോകം 10 നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. ത്വദ്ഭക്തിസ്തു, നിന്തിരുവടിയിലുള്ള ഭക്തി, അതായത് ഭഗവാനിലുള്ള ഭക്തി. കഥാരസാമൃതജ്ജരി നിർമ്മജ്ജനേന,
കഥാരസമാകുന്ന ആ അമൃതത്തിൻ്റെ പ്രവാഹത്തിൽ നിർമ്മജ്ജനം ചെയ്യുക, അതിൽ മുഴുകിപ്പോകുന്നതിനാൽ സ്വയം സിദ്ധ്യന്തി, സ്വയമേവ സിദ്ധിക്കുന്നതായും ക്ലേശം കൂടാതെ വിമല പ്രബോധ പദവി, വിമലം പരിശുദ്ധമായ പ്രബോധ പദവിയും, അതായത് ബ്രഹ്മജ്ഞാനത്തിൻ്റെ ആ പദവിയെ, പരിശുദ്ധമായ ബ്രഹ്മജ്ഞാനത്തിൻ്റെ പദവിയെ ഉണ്ടാക്കി തരുന്നു. എങ്ങനെയാണത്? ആ ഭഗവാന്റെ കഥകളിൽ മുഴുകുമ്പോൾ. അതാണ് അതിൻ്റെ ആ ഒരു അർത്ഥം. തന്വതി, അത് ഉണ്ടാക്കുന്നതായിട്ടും, സദ്യസിദ്ധികരി, ഉടൻ തന്നെ സിദ്ധിയെ നൽകുന്നതായിട്ടും, ജയതി ജയിക്കുന്നു. ഐ വാതാലയാധീശ്വര വിഭുവായ എന്ന് പറയുമ്പോൾ ഏറ്റവും സർവശക്തൻ എന്നാണ് വിഭു എന്ന പദത്തിൻ്റെ അർത്ഥം. ഭഗവാൻ തന്നെയല്ലേ സർവശക്തൻ. ഐ വാതാലയേശ്വര വിഭുവായ അല്ലയോ വാതാലയേശ്വര, അല്ലെങ്കിൽ ഗുരുവായൂരപ്പ, എനിക്ക് ത്വത്പദ പ്രേമ പ്രൗഢി രസാർദ്രത, അങ്ങയിലുള്ള പ്രേമപ്രൗഢി രസാർദ്രത, അങ്ങയുടെ പാദങ്ങളിലുള്ള പ്രേമപ്രൗഢി രസത്താലുണ്ടാകുന്ന ആർദ്രതയാകുന്ന, അതാണ് സാ ഏവ, ആ ഭക്തി തന്നെ, ദ്രുതതരം, പെട്ടെന്ന്, അസ്തു, ഭവിക്കട്ടെ. അപ്പോൾ ഭഗവാനിലുള്ള ആ ഭക്തി എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുന്ന ഒരു ശ്ലോകമാണിത്. കാരണം ഭഗവാനിൽ നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹമുള്ളവർക്ക് മാത്രമേ ആ ഒരു ഭക്തിയിലേക്ക് മുഴുകാനും അതിലൂടെ ഭഗവാനെ അറിയാനും കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് ഭക്തി ക്ലേശം കൂടാതെ ആ ഒരു ഭക്തിയിലൂടെ നിർമ്മലമായ ബ്രഹ്മജ്ഞാന പദവിയിലേക്ക് നമ്മളെ നയിക്കുന്നു. അതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഭഗവാന്റെ കഥാരസാമൃതജരിയിൽ മുഴുകുമ്പോഴാണ്. അതാണ് ത്വദ്ഭക്തിസ്തു കഥാരസാമൃതജരി നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി എന്ന് പറയുന്നത്. സിദ്ധ്യന്തി ലഭിക്കുന്നു, സ്വയമേവ ലഭിക്കുന്നു. എങ്ങനെ ലഭിക്കുന്നു? ത്വദ്ഭക്തിസ്തു, അങ്ങയുടെ ഭക്തി ലഭിക്കുന്നു. കഥാരസാമൃതജരി നിർമ്മജ്ജനേന, കഥാരസാമൃതത്തിൽ സ്വയം മുഴുകുമ്പോൾ, നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി, സ്വയമേവ ലഭിക്കുന്നു. അപ്പോൾ പറയുന്നത് അതെങ്ങനെ ലഭിക്കുമെന്ന് ചോദിക്കുമ്പോൾ, ഒന്നാമത്തെ ദശകത്തിൽ പറഞ്ഞു ഭഗവാന്റെ സൗന്ദര്യോത്തരതോപി സുന്ദരതരം രൂപം എന്നൊക്കെ പറഞ്ഞു. ആ രൂപം ആരിലും കൗതുകമുണ്ടാക്കുന്നതാണ് എന്നും, അതൊരിക്കൽ കണ്ടാൽ തന്നെ പരമാനന്ദമായി എന്നും, ആ രൂപവുമായിട്ട് ബന്ധപ്പെട്ട കഥകളും നിരവധിയാണ്. ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് നമ്മൾ മറ്റ് ദേവതാ സങ്കല്പങ്ങളുടെ രൂപങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ആ രൂപം, പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ അവതാര കഥകളിൽ എന്തൊക്കെ പ്രതിസന്ധികളിലൂടെ ഭഗവാൻ കടന്നു പോകുമ്പോഴും ഭഗവാന്റെ ആ ചുണ്ടിലെ ആ പുഞ്ചിരി എന്ന് പറയുന്നത് അത് ഈ ലോകത്തെ കീഴടക്കുന്നതാണ്. അതുകൊണ്ടാണ് ഭഗവാന് കൃഷ്ണൻ എന്ന പേര് തന്നെ. സകലത്തിനെയും ആകർഷിക്കുന്ന രൂപമുള്ള ഭഗവാൻ. അപ്പോൾ ആ ഒരു കർമ്മയോഗം അതിന് വളരെ ക്ലേശമുള്ളതാണെന്നൊക്കെ പറഞ്ഞല്ലോ. കർമ്മയോഗത്തിൽ മുഴുകുമ്പോൾ ഒരുപാട് അത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും അത് വീണ്ടും അനേക ജന്മങ്ങൾ എടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കർമ്മയോഗത്തിൻ്റെ പോലും ആവശ്യമില്ല എന്നും, അതുപോലെ തന്നെ ആ ബ്രഹ്മജ്ഞാന പദവി, ആ ബ്രഹ്മജ്ഞാനം തന്നെ ഭക്തിയിൽ നിന്നുണ്ടാവും. അപ്പോൾ ഭക്തിയോഗം മതി, കർമ്മയോഗം വേണ്ട, കർമ്മയോഗം ബുദ്ധിമുട്ടുള്ളതാണ് എന്നും, അതുപോലെ തന്നെ ജ്ഞാനയോഗത്തിൻ്റെ ആ അഭ്യാസക്രമങ്ങളും അതുകൊണ്ട് ഉണ്ടാകുന്ന ക്ലേശങ്ങളും അതുകൊണ്ട് കാലതാമസവും നേരിടും. ജ്ഞാനയോഗം കൊണ്ട് വളരെ പെട്ടെന്ന് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ കഴിയില്ല എന്നും, അത് കാലതാമസം ഉണ്ടാക്കുന്നതാണ് എന്നും. അപ്പം ഈ ക്ലേശവും വേണ്ട, കർമ്മയോഗത്തിൻ്റെ ക്ലേശവും വേണ്ട, അതുപോലെ ജ്ഞാനയോഗത്തിലൂടെ കാലതാമസവും വേണ്ട, ഭഗവാനിലുള്ള ഭക്തി ഉടനടി സിദ്ധിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരുന്നതാണ് ഭഗവത് കഥകൾ.
ഒരുപാട് ഭഗവാന്റെ ലീലകൾ, ആ ലീലകളിലൊക്കെ തൻ്റെ ഭക്തന്മാരെ എങ്ങനെയാണ് മോക്ഷത്തിലേക്ക് ഭഗവാൻ എത്തിച്ചത് എന്നുള്ള നല്ല ഒരു സന്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സദ്യസിദ്ധികരിയായ ഭക്തി, സദ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ണുന്ന സദ്യയല്ല, ഉണ്ണുന്ന സദ്യ എന്നല്ല, ഇവിടെ സംസ്കൃതത്തിൽ സദ്യ എന്ന് പറയുമ്പോൾ ഉടനെ സദ്യസിദ്ധികരിയായ, പെട്ടെന്ന് തന്നെ സിദ്ധി ലഭിക്കുന്ന ഭക്തി, ആ ഭക്തി ഭഗവത് പാദങ്ങളിലുള്ള പ്രേമ പ്രൗഢി രസാർദ്രതയാണ്. ഭഗവത് പാദങ്ങളിൽ നിസ്വാർത്ഥമായ ഒരു സ്നേഹമാണ് പ്രേമം എന്ന് പറയുന്നത്. അതായത് ഭഗവത് രൂപം കാണുകയോ കഥകൾ കേൾക്കുകയോ ഭഗവാനെ സ്മരിക്കുകയോ ഒന്നും നമുക്ക്, അതെല്ലാം തന്നെ നമുക്ക് ഭഗവാനിലെത്താനുള്ള വഴികളാണ്. മാത്രമല്ല ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ മനസ്സ് ആർദ്രമാണ്. ഇപ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ പോയി 5-8 മണിക്കൂറൊക്കെ വളരെ കഷ്ടപ്പെട്ടൊക്കെ നിന്ന് തെക്കി തിരക്കി അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് ലിസ്റ്റും കൊണ്ടാണ് നമ്മൾ പോകുന്നത്, ഇത്രയും കാര്യങ്ങൾ സാധിച്ചു തരണേ എന്ന്. അപ്പോൾ എല്ലാം നമ്മുടെ ഒരു ചിന്തകളെ പോലും സ്വാധീനിക്കുന്ന ഭഗവാന് നമ്മൾ അങ്ങോട്ട് വല്ലതും പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അത് പറയേണ്ട കാര്യമില്ല എന്നുള്ള ഒരു അറിവ് പോലും നമ്മളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അപ്പോൾ ആ ഒരു അറിവിലേക്ക് നമ്മൾ ഉയരുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിൽ ഭഗവാനെ സ്മരിക്കുമ്പോൾ മനസ്സ് ഒന്നും പ്രതീക്ഷിക്കാതെ മനസ്സ് ആർദ്രമാകുമ്പോൾ സദ്യപ്രേരയതേയും അതിമതയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യഭി ശീതബാഷ്പവിസരോരാനന്ദമൂർച്ഛയോദ്ഭവൈ എന്ന് 6ാമത്തെ ശ്ലോകത്തിൽ വിവരിച്ചു. അതായത് അതെന്താണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ, ഉടനടി തന്നെ ഭക്തന് എത്രയും വേഗത്തിൽ ആ ശരീരത്തിലും രോമാഞ്ചവും അങ്ങനെയൊക്കെ ഉള്ള എല്ലാം ഭഗവാനെ ദർശിക്കുമ്പോഴും അതിലേക്ക് എത്തുമ്പോഴും ഉണ്ടാവുന്നു എന്ന് ആ ഭക്തി ഉടനടി മോക്ഷപ്രാപ്തി നൽകുന്നത് ആണ് എന്നും ആ ഭക്തിയിൽ എത്രയും വേഗം എത്താൻ കഴിയണമേ എന്നുമുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഇവിടെ വാതാലയാധീശ്വര എന്നും വിഭോ എന്നും 2 സംബോധനകളാണ് ഗുരുവായൂരപ്പന് നൽകുന്നത്. വിഭു എന്ന് പറയുമ്പോൾ സർവശക്തനായ അല്ലയോ ഭഗവാനെ, ഭഗവാൻ സർവശക്തൻ തന്നെയല്ലേ. ഈ ബ്രഹ്മാണ്ഡകോടി, അനേക ബ്രഹ്മാണ്ഡകോടികളുണ്ട്. അതായത് നമ്മൾ കാണുന്ന ഈ ഭൂമിയും ലോകവും ഈ ഗ്രഹങ്ങളും നമ്മൾ സ്കൂളിൽ പഠിച്ച 9 ഗ്രഹങ്ങളും അല്ല, ഇനിയും മനുഷ്യന് എത്താൻ കഴിയാത്ത അത്രയും ബഹിരാകാശവുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ അനേക കോടി ബ്രഹ്മാണ്ഡങ്ങളുണ്ട്. ഈ ബ്രഹ്മാണ്ഡങ്ങളിലെ ഓരോ ഗ്രഹവും നക്ഷത്രവും ഈ ജീവജാലങ്ങളും ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് എന്നൊക്കെ പറയില്ല, അത്രയും ജീവജാലങ്ങളും ഒക്കെ എങ്ങനെ ജീവിക്കണം, അതിൻ്റെയൊക്കെ ശരീരപ്രവർത്തനങ്ങൾ ഒക്കെ നിയന്ത്രിക്കുന്ന ആ ഒരു അനന്തബോധശക്തി എന്ന് പറയും. ആ ഒരു അനന്തബോധശക്തിയാണ് ഭഗവാൻ. അപ്പോൾ ആ ഭഗവാനെ അതുകൊണ്ടാണ് സർവശക്തൻ അല്ലെങ്കിൽ വിഭു എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തിന് തന്നെ അധീശ്വരനാണ്. നമ്മുടെ ശരീരത്തിൽ ആ ഒരു പ്രാണവായുവായിട്ടിരിക്കുന്നത് ഗുരുവായൂരപ്പനാണ് എന്നും, ആ വായു ഇല്ലെങ്കിൽ നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നില്ല, നമ്മളെ ജീവൻ ഇല്ലാത്തവരായിട്ട് മാറുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വാതാലയാധീശ്വര എന്ന ഭഗവാനെ പറയുന്നത്. അപ്പോൾ വാതാലയം വാദം കാറ്റാണ്, അതല്ലെങ്കിൽ വായു. ആ വായു തന്നെ ശരീരമായിട്ട്, വായു തന്നെ ആ ശരീരത്തിലിരുന്നു കൊണ്ട് ആ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ വാതരോഗത്തിൽ നിന്നുള്ള മോചനമാണല്ലോ ഭട്ടതിരിപ്പാട് ലക്ഷ്യമാക്കിക്കൊണ്ട് ഗുരുവായൂർ നടയിൽ അമ്പലത്തിൽ ഇരുന്നും കൊണ്ട് 100 ദിവസം കൊണ്ട് രചിച്ചതാണ് 100 ദശകങ്ങൾ. അപ്പോൾ ഈ 100 ദശകങ്ങൾ യഥാർത്ഥത്തിൽ ഭാഗവതത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ്. ഭാഗവത കഥകൾ, ഭാഗവത തത്വങ്ങൾ, ഭാഗവതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സത്തയും ചോർന്നു പോവാതെ ഭഗവത് ഭക്തിയെക്കുറിച്ച്, അതിൻ്റെ മേന്മയെക്കുറിച്ചുമൊക്കെ മേൽപ്പത്തൂർ എന്ന മഹാഗുരു അല്ലെങ്കിൽ മഹാകവി നമുക്ക് വ്യക്തമാക്കി തരുന്നു. അപ്പോൾ ഭട്ടതിരിപ്പാടിൻ്റെ ലക്ഷ്യം വാതരോഗത്തിൽ നിന്നുള്ള മോചനം ആണ് എന്ന് പറയുമ്പോഴും
നമുക്കും നമ്മുടെ ഒരുപാട് ശരീര ബുദ്ധിമുട്ടുകൾ, അതുപോലെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഈ സമൂഹത്തിൽ നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം മാറ്റിത്തരാൻ കഴിവുള്ള സർവശക്തനായ വിഭുവായ വാതാലയാധീശ്വര ഗുരുവായൂരപ്പ എന്ന് നമുക്ക് സ്മരിക്കേണ്ടതാണ്. ഇവിടെയും നമുക്കും ഭട്ടതിരിപ്പാടിനെ പോലെ സ്മരിക്കാം. അങ്ങനെ ഭഗവാനിൽ ഈ ഒരു ഭക്തി നമുക്ക് ഉണ്ടാക്കി തരണമേ എന്ന് അഭ്യർത്ഥിക്കാം. അപ്പോൾ ഇവിടെ ഈ 2-ാം ദശകം എന്ന ഈ ഒരു ശ്ലോകത്തോടു കൂടി അവസാനിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് 3-ാം ദശകം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ 2-ാം ദശകത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ആദ്യത്തെ 3 ശ്ലോകങ്ങൾ, 1, 2, 3 ശ്ലോകങ്ങൾ ഭഗവാന്റെ രൂപവർണ്ണനയാണ്. ഭഗവാന്റെ ആ കമനീയമായ രൂപം കണ്ണിന് മനസ്സിനും വളരെയധികം കൗതുകവും ആശ്ചര്യവും തോന്നുന്ന ആ രൂപത്തെ വർണ്ണിച്ചപ്പോൾ 4 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ, ഇന്ന് പറഞ്ഞ ശ്ലോകവും കൂട്ടിച്ചേർത്ത് കർമ്മയോഗത്തെക്കുറിച്ചും ജ്ഞാനയോഗത്തെക്കുറിച്ചും, കർമ്മയോഗം വളരെ ക്ലേശകരമാണെന്നും ജ്ഞാനയോഗം ഉടനടി നമുക്ക് അതിൻ്റെ ഫലം കിട്ടില്ല, ഏറെ കാത്തിരിക്കേണ്ടതുണ്ട് എന്നുമൊക്കെ വ്യക്തമാക്കുമ്പോൾ ഭക്തിയോഗത്തിൻ്റെ മേന്മയെക്കുറിച്ച് നമുക്ക് ഭട്ടതിരിപ്പാട് വ്യക്തമാക്കി തരുന്നു. അങ്ങനെ ഭഗവത് കഥാശ്രവണവും ഭക്തിയോഗത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉപാധിയായിട്ട് ഈ ഒരു ദശകത്തിൽ അവതരിപ്പിക്കുന്നു. അപ്പം ഭഗവത് കഥകൾ കേൾക്കുക, പ്രചരിപ്പിക്കുക, മനനം ചെയ്യുക. ശ്രവണം, കീർത്തനം, മനനം എന്നാണ് ആ പടികളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതെല്ലാം ചെയ്യാൻ ഒരു പ്രേരണ നൽകുന്നതാണ് ഈ ഒരു ദശകം എന്നും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്രയും ഗംഭീരമായിട്ടുള്ള മേൽപ്പത്തൂരിൻ്റെ രചനകളെ അത് ഭഗവാനിൽ അത് എടുത്ത് അതിൻ്റെ അർത്ഥം പറയാൻ കഴിഞ്ഞത് തന്നെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ. നന്ദി, നമസ്കാരം. അപ്പോൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത ഒരു ചാനലിൽ വീണ്ടും കാണാം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഓം തത്സത്.